1906 ജൂലൈ 28 കണ്ടനാട് ഇടവകയുടെ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത പാമ്പാടി പള്ളിയിൽ വെച്ച് കുര്യാക്കോസ് ശമ്മാശന് 21-ാം വയസ്സിൽ കത്തനാര് പട്ടം നൽകി. പിറ്റേന്ന് അദ്ദേഹം കുര്യാക്കോസ് കത്തനാരെ പൂർണ്ണ സന്യാസിയായ റമ്പാനുമാക്കി. ജൂലൈ 30 പാമ്പാടി കുര്യാക്കോസ് റമ്പാൻ പാമ്പാടി പള്ളിയിൽ പുത്തൻ കുർബാന ചൊല്ലി. തുടർന്ന് അനേക വർഷം കുര്യാക്കോസ് റമ്പാൻ സ്വന്തം ഇടവകയായ പാമ്പാടി പള്ളിയിൽ താമസിച്ചു. പാമ്പാടി പള്ളിയുടെ പല പണികളും പൂർത്തീകരിച്ചത് ഇക്കാലത്താണ്. ഇതേ കാലത്തു തന്നെ പഴയ സെമിനാരിയിൽ സുറിയാനി മൽപ്പാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കേവലം പ്രാഥമിക വിദ്യാഭ്യാസവും വൈദിക വിദ്യാഭ്യാസവും മാത്രമുണ്ടായിരുന്ന കുര്യാക്കോസ് റമ്പാന്റെ ദൈവികമായ പാണ്ഡിത്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ലളിതവും വാത്സല്യം നിറഞ്ഞതുമായ റമ്പാച്ചന്റെ പെരുമാറ്റം വൈദിക വിദ്യാർത്ഥികളെ കോരിത്തരിപ്പിച്ചു. 1912 മലങ്കര സഭയെ ഗ്രസിച്ച കക്ഷിവഴക്ക് പാമ്പാടി വലിയ പള്ളിയിലെ റമ്പാച്ചന്റെ താമസം ദുഷ്കരമാക്കി. തനിക്ക് സ്വതന്ത്രമായി ചരിക്കാനും സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് സംസർഗം നടത്താനും ഒരു സ്ഥലം പാമ്പാടി റമ്പാച്ചൻ ആഗ്രഹിച്ചു. ഇതറിഞ്ഞ തന്റെ അഭിവന്ദ്യ ഗുരുഭൂതനായ മഠത്തിലാശാൻ തന്റെ വക പൊത്തൻപുറം കുന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ മഠത്തിൽ ആശാന്റെ കൊച്ചുമകനാണ്. മഠത്തിൽ ആശാൻ പരീക്ഷ പാസ്സായി പാമ്പാടിലെ ഏറ്റവും പുരാതന സ്കൂളായ പള്ളിവാതിക്കൽ സ്കൂളിൽ അധ്യാപകനായി ചേർന്നു. അന്ന് ആ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും പാവനമായ പക്വതയാർന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു കുര്യാക്കോസ്. ഈ കുട്ടിക്കാലം മുതൽ ആശാൻ ശ്രദ്ധിച്ച് വളർത്തിയെടുത്തിയ കുര്യാക്കോസ് ആ പവിത്രമായ ബന്ധം വളർന്ന് സാക്ഷാൽ ഭാരതീയമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ എല്ലാ വിധത്തിലും എല്ലാ കമാനങ്ങളിലും എല്ലാ തലത്തിലും വന്നിയാർന്നു. അതായിരിക്കണമല്ലോ അദ്ദേഹത്തിന് ഇരിക്കാനും തപസ് ചെയ്യുവാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഇടത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശാൻ്റെ വകയായ പൊത്തമ്പുറം കുന്നിൽ ആശ്രമത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി സ്ഥലം കൊടുക്കുകയുണ്ടായി. ആ പവിത്രമായ ബന്ധം ആശാൻ്റെ മരണത്തോടും തിരുമേനിയുടെ മരണത്തോടും നിൽക്കാതെ അത് അഭംഗരമായി ഇന്നും നിലനിർന്നു വരികയാണ്. ആശാൻ വളരെ നാൾ രോഗാതുരനായി കിടക്കുകയുണ്ടായി. ആ കാലങ്ങളിലെല്ലാം തിരുമേനി ആശാനെ വന്ന് കാണുകയും ദേറായിൽ കിട്ടുന്ന ഏത് വിഭവവും അത് ആശാന് കൊണ്ട് സമർപ്പിച്ചതിന് ശേഷമേ അദ്ദേഹം മറ്റാർക്കും കൊടുത്തതായിട്ട് പോലും കേട്ടിട്ടുള്ളൂ. ആ വലിയ ബന്ധം നേരിൽ കാണുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാട് പിടിച്ചു കിടന്ന പൊത്തൻപുറം കുന്നിന്റെ ഏകാന്തതയും മനോഹാരിതയും റമ്പാച്ചന് ഇഷ്ടമായി. തുടർന്ന് 1913 ഓഗസ്റ്റ് 30 പൊത്തമ്പുറം കുന്നിൽ 12 ഏക്കർ സ്ഥലം എഴുതി വാങ്ങി. 1911 കൂടിയതായ മലങ്കര അസോസിയേഷൻ പാമ്പാടി റമ്പാച്ചനെ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് പാമ്പാടി പള്ളിയിലായിരുന്നു. സഭാന്തരീക്ഷത്തിൻ്റെ കാലുഷ്യം അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തെയും ബാധിച്ചു.
തുടർന്നുണ്ടായതായ അസ്വസ്ഥതകൾ ഏകാഗ്രമായ ഒരു പാർപ്പിടം അന്വേഷിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഒരു വനാന്തരത്തിലേക്ക് ഏകാന്തവാസത്തിനായിട്ട് പോയത്. അവിടെ ഒരു വലിയ ദേറാ സ്ഥാപിക്കാനോ മറ്റ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും പടുത്തുയർത്തുവാനോ ഉള്ളതായ ആഗ്രഹമല്ല അല്ല നേരെ മറിച്ച് ഏകാന്തതയിൽ ദൈവമായിട്ടുള്ളതായ സംസർഗത്തിനുള്ളതായ മറ്റ് ശല്യങ്ങളൊന്നും കൂടാത്ത അന്തരീക്ഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വനാന്തരത്തിലേക്ക് പോയത്. പിറ്റേ വർഷം അവിടെ ഒരു പർണശാല കെട്ടി റമ്പാച്ചൻ താമസം ആരംഭിച്ചു. കൂട്ടത്തിൽ വൈദിക വിദ്യാഭ്യാസവും പാമ്പാടി ദയറായിൽ ആരംഭിച്ചു. അനേകം പ്രഗത്ഭ ശിഷ്യന്മാർ പരിശുദ്ധ പാമ്പാടി തിരുമേനിക്കുണ്ടായി. അവിടെ ഷമാഷിമാരെ പഠിപ്പിക്കുന്ന ഷമാഷിമാരെല്ലാം പിള്ളേരെ കുർബാന പിന്നെ കൂടാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെയും ഈ 10 വയസ്സ് കാണുമായിരിക്കും. എൻ്റെ അപ്പൻ അവിടെ അമ്പാച്ചേരിയെ സുറിയാനിയല്ല ഈ നമ്മൾ മലയാളത്തിൻ്റെ ഗീതങ്ങളെ ചൊല്ലാനൊക്കെ പഠിക്കാൻ എന്നെ പഠിക്കും. ഞാനങ്ങനെ കുറച്ചാൾ പോയി. ഞങ്ങൾ വീടുകളിൽ താമസിക്കുന്നവരല്ലേ. പഠിത്ത കാലത്ത് ഞങ്ങളൊക്കെ വീടുകളിലാണ് താമസിക്കുന്നത്. ഒരു 9 മണി 10 മണിക്കകമായിട്ട് എല്ലാവരും അവിടെ വരും. ചെന്നാൽ അന്ന് പഴയ പള്ളി തിരുമേനി പണിയിച്ച പള്ളിയുടെ പഴയ നാടകശാല, ആദ്യത്തെ പള്ളി നാടകശാലയായിട്ട് അന്ന് അപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവിടെ ബെഞ്ചിട്ടുണ്ട്, ബെഞ്ചും മേശയുണ്ട്. ഞങ്ങളെല്ലാം പിള്ളേരെ എല്ലാം ബെഞ്ചിലിരുത്തി തിരുമേനി അവിടെ ബോർഡുണ്ട്, പിന്നെ ബെഞ്ചുണ്ട്, മേശയുണ്ട്, എല്ലാം ഉണ്ട്. തിരുമേനി വന്നിരുന്ന് എല്ലാം സുറിയാനിയില പിന്നെ ബോർഡിൽ എഴുതി തരും. അതാത് ദിവസത്തെ പാഠങ്ങൾ സുറിയാനിയിൽ മേശയിൽ ബോർഡിൽ എഴുതും. അത് ഞങ്ങളും എഴുതിയെടുത്ത് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കണം. കാണാപ്പാഠം പഠിക്കേണ്ടതായ മസ്മൂറുകൾ അതുപോലെ മറ്റ് പലതുമുണ്ട്. അതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് ഇതൊക്കെ കാണാപ്പാഠം പഠിച്ചുകൊള്ളണമെന്നും പറഞ്ഞ് ഓരോ ദിവസവും ഓരോ ക്രമത്തിൻ്റെ ഓരോ രീതികൾ ഒന്നതെടുത്താൽ അത് തീർന്നിട്ട് മറ്റൊന്ന്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയല്ല. ഒരു ക്രമം എടുത്താൽ ആ ക്രമം തീർന്ന് അത് പഠിപ്പിച്ച് തീർന്നതിൻ്റെ ശേഷം ക്രമമായിട്ടങ്ങനെ പഠിപ്പിച്ച് ഓരോ ദിവസവും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു 1.5 മണിക്കൂർ സമയം കഴിയുമ്പോൾ അന്ന് നിർത്തും. ഷമാഷിമാരെയൊക്കെ നല്ലപോലെ തല്ലുമായിരുന്നു പഠിപ്പിക്കുമ്പോൾ. മണ്ണുകുടി അച്ഛനും തല്ലുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പത്തമ്പുറത്തായ പിന്നെ ഓലക്ഷത്തിനകത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഓരത്തിലുണ്ട് 1ാം ക്ലാസ് പഠിപ്പിച്ചു. എൻ്റെ കസിൻ പെരിങ്ങാവിൻ്റെ അച്ഛനെ കൊച്ചമ്മ അച്ഛനായിരിക്കുന്ന ആൾ തന്നെ അത് വളരെ ചെറുപ്പത്തിൽ പിന്നെ വീട്ടിൽ വന്ന് കുളിക്കുമ്പോൾ കാലൊക്കെ അടികൊണ്ട് പഠിച്ചില്ലെങ്കിൽ ശരിയായിട്ട് ചെല്ലിയില്ലെങ്കിൽ നല്ല ശിക്ഷയാണ്. ഞാൻ ഈ കുർബാന കൂടാൻ പഠിക്കാൻ പോയി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിശറി കൊണ്ട് എൻ്റെ തലക്കിട്ടിലടി. 1914 ജൂലൈ 30 പരിശുദ്ധ കുറിയാക്കോസ് സഹദായുടെ പെരുന്നാൾ ദിവസം പൊത്തമ്പറം കുന്നിൽ പരിശുദ്ധ കുറിയാക്കോസ് സഹദായുടെ നാമത്തിൽ ദയറാ ചാപ്പലിന് അടിസ്ഥാനമിട്ടു. ഒരു താൽക്കാലിക ദേവാലയം പൂർത്തിയാക്കി പിറ്റേ വർഷം മകരം 15 റമ്പാച്ചൻ ചാപ്പലിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് 1920 മെയ് 28 കണ്ടനാട് ഇടവകയുടെ യൂയാക്കിം മാർ ഈവാനിയൂസ് മെത്രാപ്പൊലീത്ത സ്ഥിരം ദേവാലയത്തിന് ശിലാസ്ഥാപനം നടത്തി. ഇക്കാലത്ത് ദയറായിലെത്തിയ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി ആ മനോഹര പർണാശ്രമത്തിന് താബോർ മല എന്ന് നാമകരണം ചെയ്തു. നാനാജാതി മതസ്ഥരായ 100 കണക്കിന് ആളുകളുടെ സഹകരണത്തോടെ പള്ളിപ്പണി പൂർത്തിയാക്കി. 1923 ജനുവരി 20 പരിശുദ്ധ വട്ടശ്ശേരിൽ ദീവന്നാസ്യൂസ് മലങ്കര മെത്രാപ്പൊലീത്തയും കോട്ടയം ഇടവകയുടെ വാകത്താനം ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തയും ചേർന്ന് മാർ കുറിയാക്കോസ് ദയറാ ചാപ്പൽ കൂദാശ ചെയ്തു. 1988 ജൂലൈ 15 ദയറാ ചാപ്പൽ പുതുക്കി പണിയാൻ മോറാൻമാർ ബെസേലിയൂസ് മർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തറക്കല്ലിട്ടു. 1993 ജൂലൈ 15
മോറാൻമാർ ബെസേലിയൂസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവ ഇന്നു കാണുന്ന ചാപ്പൽ കൂദാശ ചെയ്തു. പരിശുദ്ധ പാമ്പാടി തിരുമേനി തുടങ്ങിവെച്ച ചിട്ടകളും നിഷ്ഠകളും ഇന്നും ദയറ ചാപ്പലിൽ അഭംഗുരം തുടരുന്നുണ്ട്. പാമ്പാടി മാർ കുറിയാക്കോസ് ദയറയിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 4:45 4:45 ദേവാലയത്തിലെ മണി അടിക്കും. തുടർന്ന് രാത്രി നമസ്കാരവും പ്രഭാത നമസ്കാരവും അതുപോലെ 3-ാം മണിയുടെയും മധ്യാഹ്ന നമസ്കാരവും നടത്തും. പരിശുദ്ധ പാമ്പാടി തിരുമേനിയും മാർ ഇവാനേസ് തിരുമേനിയും അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തും. വിശുദ്ധ കുർബാനയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് നമസ്കാരവും, സാധാരണ ദിവസങ്ങളിൽ 7 മണിക്ക് നമസ്കാരവും 7:30 വിശുദ്ധ കുർബാനയും ആരംഭിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ 7:10 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുകയും 10 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതുപോലെ എല്ലാ ദിവസങ്ങളിലും 5:30 മണിക്ക് സന്ധ്യാനമസ്കാരം ദയറ ചാപ്പലിൽ ആരംഭിക്കും. പരിശുദ്ധ തിരുമേനിയുടെ കാലഘട്ടം മുതലേ ഈ ചാപ്പലിലെ നമസ്കാരം 5:30 മണിക്കായിരുന്നു. അതെന്നും തുടർന്നു വരുന്നു. അതുപോലെ ഈ ദയറ ചാപ്പലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ഇപ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ്. ഏപ്രിൽ 4-5 തീയതികളിൽ ആഘോഷിക്കുന്നു. അത് വലിയ നോയമ്പിൻ്റെ മധ്യത്തിലോ അതിൻ്റെ സമാപനത്തിലോ ഒക്കെ വരുന്ന സന്ദർഭത്തിൽ സൗകര്യാർത്ഥം വെള്ളിയും ശനിയുമായി നടത്താറുണ്ട്. പരിശുദ്ധ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പെരുന്നാളായി ആഘോഷിച്ചിരുന്നത് ജനുവരി 15 ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാളായിരുന്നു. കൺവെൻഷൻ യോഗങ്ങളോടുകൂടിയാണ് മാതാവിൻ്റെ വിത്തുകളുടെ പെരുന്നാൾ ജനുവരി 15 വളരെ ആഘോഷമായിട്ട് തിരുമേനിയുടെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്നാൽ തിരുമേനിയുടെ ദേഹവിയോഗത്തിന് ശേഷം ആ പെരുന്നാൾ ഇവിടെ അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാതെ എന്നാൽ ആഘോഷങ്ങളൊക്കെയും കുറച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. അതുപോലെ ജൂലൈ 15 ദയറ ചാപ്പലിന് തറക്കല്ലിട്ട ദിവസം. എല്ലാ വർഷവും ജൂലൈ 15 കല്ലിട്ട പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിലും ധാരാളം ആൾക്കാർ സംബന്ധിക്കുന്നുണ്ട്. പിന്നീടുള്ള പെരുന്നാൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തയായിരുന്ന പാറേട്ട് മാർ ഇവാനോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് മാസം 30-31 തീയതികളിൽ ഭക്തിപൂർവ്വം ദയറയിൽ ആഘോഷിച്ചു വരുന്നു. തിരുസഭയുടെ തിരുസന്നിധിയിൽ കരഗതമാ കൈപ്പടവടിവിൽ പരഹൃദയം ആകർഷിതമാ